എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രവീൺ, കോട്ടക്കൽ മലബാർ പോളിടെക്നിക് കോളേജിലെ ഓട്ടോമൊബൈൽ വിഭാഗം അധ്യാപകനാണ്. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഓട്ടോമൊബൈൽ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 4ാം സെമസ്റ്ററിൽ അവർ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഓട്ടോമൊബൈൽ ചേസിസ് ആൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റിൽ നിലവിൽ നമുക്ക് സിറ്ററിൽ അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ലഭ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സിലബസ് പ്രകാരം നോക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ എക്സാമിന് മുൻപ് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ഭാഗങ്ങളെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് യഥാർത്ഥത്തിൽ ഈ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ സബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് 4053 സബ്ജക്റ്റ് നെയിം ഓട്ടോമൊബൈൽ ചേസിസ് ആൻഡ് ട്രാൻസ്മിഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ പ്രധാനമായിട്ടും അവിടെ പറയുന്നത് ക്ലച്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ബോക്സ് അതായത് ഗിയർ ബോക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ്. സോ ഇതിൽ ക്ലച്ചിൻ്റെ ലിങ്കേജുകളെക്കുറിച്ചും ടൈപ്പ് ഓഫ് ക്ലച്ചിനെക്കുറിച്ചും ക്ലച്ചിൻ്റെ ഫങ്ഷനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പലതരം ക്ലച്ചുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഗിയർ ബോക്സുകൾ ഏതെല്ലാം തരമുണ്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനെക്കുറിച്ചും ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആ കണ്ടൻറ്റുകൾ, അതായത് സിലബസ് പ്രകാരം വരുന്ന കണ്ടൻറ്റുകൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻറ്റുകളെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഫങ്ഷൻ ഓഫ് ക്ലച്ച്, അതുപോലെ തന്നെ നീഡ് ഫോർ ട്രാൻസ്മിഷൻ, അതായത് ഗിയർ ബോക്സിൻ്റെ ആവശ്യകതകൾ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഇങ്ങനെ 3 നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഷനെ നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുമ്പോൾ നമുക്ക് ടോർക്ക് കൺവേർട്ടർ, പ്ലാനറ്ററി ഗിയർ ബോക്സ്, അതുപോലെ തന്നെ ഡ്യുവൽ ക്ലച്ച്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് പറയേണ്ടത്. ക്ലച്ചിൽ വരുമ്പോൾ ഈ ക്ലച്ചിൻ്റെ ഓരോ ഭാഗങ്ങൾ, ടൈപ്പ് ഓഫ് ക്ലച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരം ക്ലച്ചുകളെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളുമെല്ലാം വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഒരു ക്ലച്ചിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്ലച്ച് എന്ന് പറയുന്നത്. ക്ലച്ച് മുതലാണ് ട്രാൻസ്മിഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം എങ്ങനെയാണ്, അതായത് എൻജിൻ കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് ക്ലച്ചാണ്, അടുത്തത് ഗിയർ ബോക്സ് ആണ്, അടുത്തത് യൂണിവേഴ്സൽ ജോയിൻറ്റ്, പ്രൊപ്പലർ ഷാഫ്റ്റ്, യൂണിവേഴ്സൽ ജോയിൻറ്റ്, ഡിഫറൻഷ്യൽ യൂണിറ്റ്, റിയർ ആക്സിൽ, അതുപോലെ തന്നെ വീൽ ആൻഡ് ടയർ എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ക്ലച്ച് വരുന്നത്. അതെ, എൻജിൻ്റെയും അതുപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെയും ഇടയിലായിട്ട് വരുന്ന ഭാഗമാണ് ക്ലച്ച് എന്ന് പറയുന്നത്. സോ നമുക്ക് അറിയാം, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായി വരുന്നത് കൊണ്ട് തന്നെ ഇതിനെ എൻജിനെയും ഗിയർ ബോക്സിനെയും കൂടെ കണക്ട് ചെയ്യുന്നതിനും ഡിസ്കണക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ക്ലച്ച് എന്ന് പറയുന്ന ആളെ യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഒന്നാമത്തെ പോയിന്റ് നോക്കുക, ദ ക്ലച്ച് ഷുഡ് കണക്ട് ആൻഡ് ഡിസ്കണക്ട് ദ പവർ ഫ്രം ദ എൻജിൻ ടു ട്രാൻസ്മിഷൻ സ്മൂത്ത്ലി ആൻഡ് ഗ്രാജുവലി വിത്തൗട്ട് അഫക്റ്റിംഗ് ദ അതർ കോമ്പണൻസ്. അപ്പോൾ എങ്ങനെയായിരിക്കണം, ക്ലച്ച് എൻജിനെയും ഗിയർ ബോക്സിനെയും കൂടെ വളരെ സ്മൂത്തായിട്ട് ഗ്രാജുവലായിട്ട് കണക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യരുത്, മറ്റ് ഭാഗങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ഡാംപ് വൈബ്രേഷൻ ആൻഡ് ഷോക്ക് ഡ്യൂറിങ് ഓപ്പറേഷൻ. അത് വൈബ്രേഷനും ഷോക്കുകളൊക്കെ ഓപ്പറേഷൻ സമയങ്ങളിൽ ഡാമ്പ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അതിനുണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് സ്ലിപ്പ് അണ്ടർ ഹൈ ടോർക്ക് ട്രാൻസ്മിഷൻ. ക്ലച്ചിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റിക്വയർമെൻറ്റിൽ വരുന്നതാണ് ടോർക്ക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്, അല്ലേ. ടോർക്ക് ട്രാൻസ്മിഷൻ നമ്മൾ ഒരു ക്ലച്ചിനെ സംബന്ധിച്ചിടത്തോളം ടോർക്ക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് μ/W/R ആണ്, അല്ലേ. അതായത് എന്താണ്, മ്യൂ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനാണ്, W എന്ന് പറയുന്നത് ആക്സിയൽ ഫോഴ്സാണ്, അതുപോലെ തന്നെ R എന്ന് പറയുന്നത് മീൻ എഫക്റ്റീവ് റേഡിയസ് ആണ്. അപ്പോൾ ഒരു ക്ലച്ച് ഡിസ്ക് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു റേഡിയസും, അതായത് മീൻ എഫക്റ്റീവ് റേഡിയസ്, എത്രത്തോളം ആ ഫ്രിക്ഷൻ സർഫസ് വരുന്നുണ്ടോ അതിൻ്റെ റേഡിയസ്, അതും അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, അവിടുത്തെ മെറ്റീരിയലിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും നമ്മൾ ആ ഒരു ഭാഗത്ത് കൊടുക്കുന്ന ആക്സിയൽ ലോഡിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു ടോർക്കിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടോർക്ക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഒരു സ്ലിപ്പ് സംഭവിക്കാതെ വളരെ പെർഫെക്റ്റായിട്ട് നടത്താൻ ഒരു ക്ലച്ച് അസംബ്ലിയെ കൊണ്ട് സാധിക്കണം. ടോർക്ക് ട്രാൻസ്മിഷൻ ബൈ ക്ലച്ച് ഡിപ്പെൻസ് അപ്പോൺ എന്തൊക്കെയാണ്? സൈസ് ഓഫ് ദ ക്ലച്ച് പ്ലേറ്റ്, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ,
സ്പ്രിംഗ് പ്രഷർ ആൻഡ് നമ്പർ ഓഫ് ക്ലച്ച് പ്ലേറ്റ് യൂസ്ഡ്. ഇത്രയുമാണ് അത് കോഎഫിഷ്യൻ്റ് ഓഫ് ടോർക്ക് ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരു ക്ലച്ച് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷൻ ഓഫ് ക്ലച്ച് എന്ന് പറയുന്നത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സോ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തതായിട്ട് ടൈപ്പ് ഓഫ് ക്ലച്ച് ആക്ച്വേഷൻ. ക്ലച്ച് നമുക്ക് എങ്ങനെയൊക്കെ ആക്ച്വേറ്റ് ചെയ്യിക്കാൻ സാധിക്കും? പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ക്ലച്ച് ആക്ച്വേറ്റ് ചെയ്യാറുള്ളത്. എങ്ങനെയൊക്കെയാണ്? ഒന്ന് ഹൈഡ്രോളിക് ആയിട്ടും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മെക്കാനിക്കൽ ആക്ച്വേഷനും സാധിക്കും. ഹൈഡ്രോളിക് ആക്ച്വേഷനും ഉണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കൽ ആക്ച്വേഷനും നമ്മൾക്ക് സാധിക്കും. അപ്പോൾ മെക്കാനിക്കൽ ആക്ച്വേഷൻ വരുമ്പോൾ എന്താണ് നടക്കുന്നത്? പെഡൽ എഫേർട്ട് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ലിങ്കേജ് ടു വിഡ്രോവൽ ബിയറിംഗ് അല്ലേ? ഈ വിഡ്രോവൽ ബിയറിംഗ് എന്ന് പറയുന്നത് എന്താണ്? റിലീസ് ബിയറിംഗ് ആണ്. ഈ റിലീസ് ബിയറിങ്ങിലേക്ക് നമ്മൾ ലിങ്കേജുകൾ ഉപയോഗിച്ചിട്ടാണ് പെഡൽ എഫേർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്? ലെസ് മെയിൻ്റനൻസ് ആൻഡ് ഈസി ടു റിപ്പയർ അല്ലേ? ലെസ് മെയിൻ്റനൻസ് ആണ്, അതുപോലെ തന്നെ റിപ്പയർ ചെയ്യാൻ ഈസി ആണ്. ഓക്കെ, ലെസ് മെയിൻ്റനൻസ് ആണ്, റിപ്പയർ ചെയ്യാൻ എന്താണ്? ഈസിയാണ്. അതുപോലെ തന്നെ ഹൈഡ്രോളിക് ആക്ച്വേഷൻ എടുത്തു കഴിഞ്ഞാലോ, പെഡൽ എഫേർട്ട് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഫ്ലൂയിഡ് ടു വിഡ്രോവൽ ബിയറിംഗ്. എന്താണ്? പെഡൽ എഫേർട്ട് കൊടുക്കുന്നത് എങ്ങോട്ടാണ്? അത് ഫ്ലൂയിഡിലേക്കാണ് ആ ഒരു പെഡൽ എഫേർട്ട് എന്ന് പറയുന്നത് കൊടുക്കുന്നത്. സോ അതുവഴി അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും? ഒരു മാസ്റ്റർ സിലിണ്ടർ അല്ലേ? ഒരു മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്ന ഒരു ഭാഗമൊക്കെ അവിടെ നിലവിൽ ഉണ്ടായിരിക്കും. ഓക്കെ, മാസ്റ്റർ സിലിണ്ടർ, അതുപോലെ തന്നെ ഒരു വീൽ സിലിണ്ടർ, ഇതിൻ്റെയൊക്കെ പ്രാധാന്യം നിലവിൽ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ആ പെഡൽ എഫേർട്ട് അങ്ങോട്ട് കൊടുക്കുന്നത്, റിലീസ് ബിയറിങ്ങിലേക്ക് കൊടുക്കുന്നത്. ഇത് ലെസ് പെഡൽ എഫേർട്ട് ടു എൻഗേജ് ആൻഡ് ഡിസെൻഗേജ് ദ ക്ലച്ച്. ഓക്കെ, എന്താണ് ഇത്? ലെസ് പെഡൽ എഫേർട്ടാണ് ടു എൻഗേജ് ആൻഡ് ഡിസെൻഗേജ് ദ ക്ലച്ച്. ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യാനും എൻഗേജ് ചെയ്യാനും ലെസ് പെഡൽ എഫേർട്ടാണ് ഇവിടെ എടുക്കുന്നത്. അങ്ങനെ രണ്ട് തരത്തിലുള്ള ആക്ച്വേഷനാണ് നിലവിലുള്ളത്. അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലച്ചസ് ആണ് നമ്മൾ പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലച്ചസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കോൺ ക്ലച്ച് വരുന്നുണ്ട്, ഡോഗ് ക്ലച്ച് വരുന്നുണ്ട്, സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് വിത്ത് കോയിൽ സ്പ്രിങ് വരുന്നുണ്ട്, ഡയഫ്രം ക്ലച്ച് വരുന്നുണ്ട്, മൾട്ടി പ്ലേറ്റ് ഡ്രൈ, അതുപോലെ തന്നെ വെറ്റ് ടൈപ്പ് ക്ലച്ചുകൾ വരുന്നുണ്ട്. സെമി സെൻട്രിഫ്യൂഗലും സെൻട്രിഫ്യൂഗൽ ക്ലച്ചും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫുള്ളി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് വരുന്നുണ്ട്, അതായത് സെൻട്രിഫ്യൂഗൽ ക്ലച്ച്. ഫ്ലൂയിഡ് കപ്ലിംഗ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരു ഫ്ലൂയിഡ് കപ്ലിംഗ് എന്ന് പറയുന്ന ഒരു ക്ലച്ച് വരുന്നുണ്ട്. ഇതിന് പുറമെ ഏതൊക്കെയാണ്? മൾട്ടി പ്ലേറ്റ് ക്ലച്ച് നമ്മൾ പറഞ്ഞു, അതിൽ തന്നെ വെറ്റ് ടൈപ്പും ഡ്രൈ ടൈപ്പും ഉണ്ടെന്നുള്ള പറഞ്ഞു. ഇലക്ട്രോ മാഗ്നറ്റിക് ക്ലച്ച് എന്ന് പറയുന്ന ഒരു ക്ലച്ച് ഇതിന് പുറമേ വരുന്നുണ്ട്. സോ കോൺ ക്ലച്ച് എന്ന് പറയുന്ന ഒരു ക്ലച്ച് വരുന്നുണ്ട്, കോൺ ക്ലച്ച്, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ക്ലച്ച്, ഇങ്ങനെയൊക്കെയുള്ള ക്ലച്ചുകൾ ഇതിന് പുറമെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ക്ലച്ചുകളായിട്ട് നോക്കാം. അതായത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചാണ്, സിംഗിൾ പ്ലേറ്റ് ഡ്രൈ കോയിൽ സ്പ്രിങ് ടൈപ്പ് ക്ലച്ചാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ നമുക്ക് എന്തൊക്കെ ഭാഗങ്ങളുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അതായത് എഞ്ചിനിൽ നിന്നും വരുന്ന കണക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഇവിടുന്നാണ് എഞ്ചിനിൽ നിന്നും കണക്ഷൻ വരുന്നത്. അത് നേരെ ആ ഒരു ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആ എൻഡ് എന്ന് പറയുന്നത് എങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? ഈ രണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഫ്ലൈ വീലാണ് അല്ലേ? ഫ്ലൈ വീലാണ്, ഈ ഫ്ലൈ വീലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഈ 3 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് എന്താണ്? അത് പ്രഷർ പ്ലേറ്റ് ആണ് അല്ലേ? പ്രഷർ പ്ലേറ്റ് ആണ്. അതുപോലെ തന്നെ ഈ 1 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് എന്താണ്? കവറാണ്, കവർ അസംബ്ലിയാണ് അല്ലേ? കവർ അസംബ്ലി. അതുപോലെ തന്നെ ഈ 3 കഴിഞ്ഞു. അതുപോലെ തന്നെ 4 കാണിച്ചിരിക്കുന്നത് എന്താണ്? ഡിസ്ക്കാണ്, ക്ലച്ച് ഡിസ്ക് എന്ന് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ ക്ലച്ച് പ്ലേറ്റ് എന്നൊക്കെ പറയുന്ന ഭാഗമാണ്. ഇത് ക്ലച്ച് സ്പ്രിങ് ആണ്. ഇവിടെ ഈ സ്പ്രിങ്, ഇത് ക്ലച്ച് സ്പ്രിങ് ആണ്. ഈ ക്ലച്ച് സ്പ്രിങ് ആണ് ആക്സിയൽ ഫോഴ്സ് ഇവിടുന്ന് അപ്ലൈ ചെയ്യുന്നത്. ഇതെന്താണ്? ഇത് റിലീസ് ബിയറിംഗ് ആണ് അല്ലേ? ഇതൊരു ബിയറിംഗ് ആണ്, ഈ കാണിച്ചിരിക്കുന്നത് ഒരു ബിയറിംഗ് ആണ്. സോ ഇതെന്താണ്? ഇത് ഒരു എന്താണ്? ഈ ഒരു ഭാഗത്തിനെ, അതായത് ഈ ഒരു ലിവറിനെ മുന്നിലേക്ക് നീക്കാൻ വേണ്ടിയിട്ട്, ഈ ലിവറിനെ നമ്മൾ വിളിക്കുന്ന പേര് 9 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ഇതെന്താണ്? അത് റിലീസ് ലിവറാണ് അല്ലേ? റിലീസ് ലിവറാണ്. ഈ റിലീസ് ലിവറിനെ നീക്കുന്നതിനാവശ്യമായിട്ടുള്ളൊരു സപ്പോർട്ടിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെക്കാനിക്കൽ കണക്ഷൻസ് ഇങ്ങനെ കാണാൻ പറ്റും. മെക്കാനിക്കൽ കണക്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഇത്രയും ഭാഗങ്ങളൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിനി എന്താ മനസ്സിലാക്കേണ്ടത്? ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ വരുന്ന ഫ്ലൈ വീൽ എന്ന് പറയുന്നത് എങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എൻഡിലേക്ക് നെറ്റ് ആൻഡ് ബോൾട്ട് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഫ്ലൈ വീലിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ക്ലച്ച് അസംബ്ലി എന്ന് പറയുന്നത് മൗണ്ട് ചെയ്തിരിക്കുന്നത്, ടോട്ടലി മൗണ്ട് ചെയ്തിരിക്കുന്നത് ഫ്ലൈ വീലിലേക്കാണ്. അതുപോലെ തന്നെ ഈ പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്ന ആളാണ് ഫ്ലൈ വീലിലേക്ക് ഈ ക്ലച്ച് പ്ലേറ്റിനെ
നന്നായിട്ട് പ്രസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ പ്രഷർ പ്ലേറ്റിന് ക്ലച്ച് പ്ലേറ്റിനെ ഫ്ലൈ വീലിലേക്ക് പ്രസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഭാഗമാണ് ഈ ഒരു ക്ലച്ച് സ്പ്രിങ് എന്ന് പറയുന്ന ഭാഗം. നമ്മൾ പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് വിവിധ ലിങ്കേജുകൾ വഴി ഈ റിലീസ് ബിയറിങ്ങിനെ നമ്മൾ നീക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? പ്രഷർ പ്ലേറ്റ് പുറകിലേക്ക് നീങ്ങുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അത് ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ട് അല്ലേ, അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു പ്രഷർ പ്ലേറ്റ് പുറകിലേക്ക് നീങ്ങി സ്പ്രിങ് കംപ്രസ്ഡായി ഇവിടെ ഈ ഭാഗം മുന്നിലേക്ക് നീങ്ങിയതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതുവഴി ഫ്ലൈ വീലും ഈ പ്രഷർ പ്ലേറ്റും തമ്മിലുള്ള കോണ്ടാക്റ്റ് നഷ്ടപ്പെടുകയും അതുവഴി പോയിരുന്ന ആ ഒരു എന്താ പറയുക ഡ്രൈവിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അവിടെ വെച്ച് കട്ടാവുകയും ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ നിലവിൽ എങ്ങനെയാണ് ഡ്രൈവ് വരുന്നത്? ഈ എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിലൂടെ വന്ന് അത് ഫ്ലൈ വീലിലേക്ക് കയറി ഫ്ലൈ വീലിൽ നിന്നും അത് കവറൊക്കെ കറങ്ങുന്നുണ്ടായിരിക്കും അല്ലേ, ഫ്ലൈ വീലിലേക്ക് കണക്റ്റഡ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി കവർ കറങ്ങുന്നുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്ന ഭാഗവും കറങ്ങുന്നുണ്ടായിരിക്കും. സോ ഈ പ്രഷർ പ്ലേറ്റും ഈ ഫ്ലൈ വീലും ക്ലച്ച് പ്ലേറ്റിനെ നന്നായിട്ട് പ്രസ് ചെയ്ത് നിർത്തുന്നതുകൊണ്ട് ഈ ക്ലച്ച് പ്ലേറ്റും കറങ്ങും. ക്ലച്ച് പ്ലേറ്റ് കറങ്ങി കഴിഞ്ഞാൽ ആര് കറങ്ങും? നമ്മളുടെ ഈ ക്ലച്ച് ഷാഫ്റ്റ് കറങ്ങും. ക്ലച്ച് ഷാഫ്റ്റ് കറങ്ങിക്കഴിഞ്ഞാൽ ഡ്രൈവ് എങ്ങോട്ട് പോകും? അത് ഗിയർ ബോക്സിലേക്ക് പോകും. സോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ നിലവിൽ എന്താണ് ഈ ഒരു ഭാഗം ഇവിടെ ഒരു പൈലറ്റ് ബിയറിംഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ പൈലറ്റ് ബിയറിംഗ് എന്തിനു വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് ഷാഫ്റ്റ് ഫ്ലൈ വീലിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പൈലറ്റ് ബിയറിംഗ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇത്രയും ആണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷനും ഇതിൻ്റെ ഒരു വർക്കിങ്ങും എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ചാണ്. ഇതിൻ്റെ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡിസെൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഇവിടെ കാണിച്ചത്. നോർമൽ കണ്ടീഷനിൽ ഒരു ക്ലച്ച് എന്ന് പറയുന്നത് എൻഗേജ്ഡ് പൊസിഷനിലായിരിക്കും നിൽക്കുന്നത്. സോ ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ വർക്കിങ്ങും അതിൻ്റെ കൺസ്ട്രക്ഷനും എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി ക്ലച്ചുകളെക്കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുവിധം എല്ലാ ക്ലച്ചുകളും പ്രവർത്തിക്കുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. ഒരു വർക്കിംഗ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. അടുത്തത് നമുക്ക് പറയാനുള്ളത് ക്ലച്ച് പ്ലേറ്റിനെ കുറിച്ചാണ്. ഒരു ക്ലച്ച് അസംബ്ലിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ ക്ലച്ച് പ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ക്ലച്ച് പ്ലേറ്റിൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ്? ഒരു ടോർക്ക് പ്ലേറ്റ്, ഈ 10 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഒരു ടോർക്ക് പ്ലേറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ക്ലച്ച് ലൈനിങ് അല്ലേ 11 എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിരിക്കുന്ന ക്ലച്ച് ലൈനിങ് വരുന്നുണ്ട്, മെയ്ഡ് ഓഫ് ഫ്രിക്ഷണൽ മെറ്റീരിയൽ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളവിടെ കാണുന്നത് ആസ്പെറ്റോസ് മെറ്റീരിയലൊക്കെ ആയിരിക്കും. ഈസ് ഫിക്സഡ് ഓൺ ദ ടോർക്ക് പ്ലേറ്റ്. അപ്പോൾ ഈ ടോർക്ക് പ്ലേറ്റിന് മുകളിലായിരിക്കും എന്ത് വന്നിരിക്കുന്നത്? ഈ ഒരു ഫ്രിക്ഷണൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അത് ടോർക്ക് പ്ലേറ്റും ഈ ഫ്രിക്ഷൻ മെറ്റീരിയലും കൂടെ റിവറ്റ് കണക്ഷനായിരിക്കും സാധാരണ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡാമ്പർ സ്പ്രിങ്സ് ആർ ഫിക്സ്ഡ് ഇൻ ദ ടോർക്ക് പ്ലേറ്റ് ടു ഡാമ്പൻ ഷോക്സ് ഡ്യൂറിങ് ക്ലച്ച് ഓപ്പറേഷൻ. അപ്പോൾ ഒരു ക്ലച്ച് പ്ലേറ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് 2 സ്പ്രിങ്ങുകൾ കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ സ്പ്രിങ് എന്ന് പറയുന്നത് കുഷ്യൻ സ്പ്രിങ് ആണ്. രണ്ടാമത്തെ സ്പ്രിങ് എന്ന് പറയുന്നത് ടോർഷൻ സ്പ്രിങ് ആണ്. ടോർഷൻ സ്പ്രിങ്. അപ്പോൾ ഈ കുഷ്യൻ സ്പ്രിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു ഭാഗം ഈ കാണിച്ചിരിക്കുന്ന ഈ പ്ലേറ്റ് പോലെ വരുന്ന, അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വേവ് പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു പ്ലേറ്റാണ് ഈ കുഷ്യൻ സ്പ്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലച്ച് അസംബ്ലി എന്ന് പറയുന്നത് ഫ്ലൈ വീലിൻ്റെയും പ്രഷർ പ്ലേറ്റിൻ്റെയും ഇടയിൽ വെച്ചിങ്ങനെ പ്രസ്ഡായി അതുപോലെ തന്നെ റിലീസായി വീണ്ടും പ്രസ്സാവുന്ന സമയത്ത് ഈ ഭാഗം പൊട്ടിപ്പോവാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ ബ്രേക്കേജ് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ആ ഒരു എന്താ പറയുക ഈ ഭാഗത്തിനെ സേഫ് ഗാർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു കുഷ്യൻ സ്പ്രിങ് ഉപയോഗിച്ചിട്ടാണ്. കുഷ്യൻ സ്പ്രിങ് എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്ത് കൊടുത്ത് ഒരു സ്പ്രിങ് പോലെ അതിനെ ആക്ഷനെ എന്ത് ചെയ്യും? അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ടോർഷൻ സ്പ്രിങ് എന്ന് പറയുന്നത് ഈ കാണുന്ന സ്പ്രിങ്ങാണ്. അവിടെ 1, 2, 3, 4, 5, 6 ടോർഷൻ സ്പ്രിങ് നമുക്കിവിടെ കാണാം. ഈ ടോർഷൻ സ്പ്രിങ് എന്ന് പറയുന്നത് എന്താണ്? അത് ജർക്കി സ്റ്റാർട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് എന്തായിപ്പോൾ അതിങ്ങനെ ട്വിസ്റ്റ് അത് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ടോർഷൻ സ്പ്രിങ് നിലവിലൂടെ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കോൺ ക്ലച്ചാണ്. കോൺ ക്ലച്ച് നമുക്കിവിടെ കാണാം.
അപ്പോൾ കോൺ ക്ലച്ച് എന്ന് പറയുന്നത് ഒരു കോണിക്കൽ ഷേപ്പിൽ വരുന്നതുകൊണ്ടാണ് നമ്മളതിനെ കോൺ ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഈ എൻജിൻ ഷാഫ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് എൻജിൻ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. എൻജിൻ ഷാഫ്റ്റിൽ എന്താണ് ഒരു കോണിക്കൽ പോർഷനായിട്ടൊരു ഭാഗം വന്നിരിക്കുന്നു. അത് ഫ്ലൈ വീലാണ്. അപ്പോൾ ഈ 3 എഴുതിയിട്ടുള്ളത് ഫ്ലൈ വീലാണ്. അപ്പോൾ ഈ ഫ്ലൈ വീൽ ഒരു കോണിക്കൽ പോർഷനാണ്, അതൊരു ഫീമെയിൽ കോൺ പോർഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. ഈ 2 പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ഒരു മെയിൽ കോൺ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതാണ് ഒരു പ്രഷർ പ്ലേറ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന ഈ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഫ്രിക്ഷണൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ കോൺ ക്ലച്ച് എന്ന് പറയുന്ന നിലവിൽ വാഹനങ്ങളിലൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ കോൺ ക്ലച്ചിന് ആകെ കൂടിയുള്ളൊരു ഉപകാരം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ സൈഡിൽ നിന്നാണ് ആക്സിയൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ആക്സിയൽ ഫോഴ്സ് നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിയൽ ഫോഴ്സിനേക്കാൾ കൂടുതൽ നോർമൽ ഫോഴ്സ് നമുക്കിവിടെ ലഭ്യമാവും. അതായത് ആക്സിയൽ ഫോഴ്സിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് എന്ത് കിട്ടും, നോർമൽ ഫോഴ്സ് ഈ ഒരു സർഫസിൽ നമുക്ക് കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെരിഞ്ഞ സർഫസ് ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ അത് അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന രീതിയിലുള്ളൊരു ജോയിനിങ് യഥാർത്ഥത്തിൽ ആ കോണിക്കൽ സർഫസിൻ്റെ ഭാഗങ്ങളിൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ആകെ കൂടിയുള്ള ഒരു ഉപകാരം എന്ന് പറയുന്നു. എന്നാൽ ഇതിന് കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 20 ഡിഗ്രിക്ക് മുകളിലൊക്കെ, ഒരു 20 ഡിഗ്രിക്ക് 20 ഡിഗ്രിക്കും താഴെയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ആംഗിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് 20 ഡിഗ്രി എന്നുള്ള രീതിയിൽ, അപ്പോൾ ഈ 20 ഡിഗ്രിക്കും താഴെയാണ് ഈ കോണിക്കൽ സർഫസിൻ്റെ ഒരു ആംഗിൾ എന്നുണ്ടെങ്കിൽ ഇത് ഇതിനുള്ളിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ആ ഒരു എൻഗേജിങ് ആൻഡ് ഡിസെൻഗേജിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നിലവിൽ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിലെന്തെങ്കിലുമൊക്കെ ഒരു പൊടിപടലങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ കുടുങ്ങിക്കഴിഞ്ഞാൽ അത് ഇവിടുന്ന് ചാടിപ്പോവില്ല, അത് ഇവിടെ തന്നെ കടന്ന് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ തേയ്മാനം വളരെ കൂടുതലായിരിക്കും, പെട്ടെന്നുള്ള തേയ്മാനം സംഭവിക്കും. അങ്ങനെയൊക്കെയുള്ള ഡിസഡ്വാൻറ്റേജസ് നിലവിൽ ഈ ഒരു കോൺ ക്ലച്ചുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചും അതുപോലെ തന്നെ കോൺ ക്ലച്ചുമാണ്. ഇവിടെ കാണുന്നത് നമുക്കൊരു ഡോഗ് ക്ലച്ചാണ്. അപ്പോൾ ഈ ഡോഗ് ക്ലച്ചിന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പോസിറ്റീവ് ക്ലച്ച് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇതെന്താണ്, ഇത് ഡോഗ് ഉപയോഗിച്ചിട്ടുള്ള ഒരിതാണ് അല്ലേ. ഇതൊരു സ്പ്ലൈൻഡ് ഷാഫ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. 1 എന്ന് പറഞ്ഞിട്ടൊരു സ്പ്ലൈൻഡ് ഷാഫ്റ്റ്. ആ സ്പ്ലൈൻഡ് ഷാഫ്റ്റിന് മുകളിലായിട്ട് ഒരു ഇൻറ്റേർണൽ ടീത്തുകളോട് കൂടിയ ഒരു സ്ലീവ് പോർഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമുക്ക് ഈ 4 എന്ന് എഴുതിയിട്ടുള്ള ഈ ഷാഫ്റ്റിൽ എന്താണ് എക്സ്റ്റേണൽ ടീത്തുകളോട് കൂടിയ ഒരു ഗിയറും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷാഫ്റ്റിൽ നിന്നും കറക്കത്തിനെ ഈ ഒരു സ്പ്ലൈൻഡ് ഷാഫ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താ, ഈ ഒരു 2 എന്ന് പറയുന്ന ഈ ഒരു ഇൻറ്റേർണൽ ടീത്തുകളോട് കൂടിയ ഈ സ്പ്ലൈൻസിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിച്ചിട്ട് ഈ ഗിയറിലേക്ക് കണക്ട് ചെയ്യിക്കും. സോ ഇതൊരു ഫ്രിക്ഷൻ ക്ലച്ച് അല്ലേ, ഒരു ഫ്രിക്ഷൻ ക്ലച്ച് എന്ന് നമുക്കിവിടെ പറയാൻ സാധിക്കില്ല. ഇതെന്താണ്, ഇതൊരു പോസിറ്റീവ് ക്ലച്ച്. അതായത് ആ എൻഗേജിങ് നടക്കുന്ന ആ സമയത്ത് തന്നെ ഇതിലൂടെയുള്ള ഡ്രൈവ് ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു ഫ്രിക്ഷൻ ക്ലച്ച് എങ്ങനെയായിരിക്കും, അത് ആദ്യം പോയി ടച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ളൊരു സ്ലിപ്പൊക്കെ സംഭവിച്ച് അവിടെ ഘർഷണം കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിലൂടെയുള്ള ഒരു ടോർക്കിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് നിലവിൽ നടക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നേരെ പോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് സംഭവിക്കുന്നു, ആ ഒരു ടോർക്കിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് നടക്കുന്നു. നമുക്ക് അടുത്തതായിട്ട് നോക്കാം ഡയഫ്രം ക്ലച്ച്. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം ക്ലച്ചാണ് ഡയഫ്രം ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോണിക്കൽ ഡയഫ്രം ഉപയോഗിച്ച്, ഈ ഒരു ഡയഫ്രം എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഡയഫ്രം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ക്ലച്ച് ആയതുകൊണ്ടാണ് ഇതിനെ ഡയഫ്രം ക്ലച്ച് എന്നുള്ള രീതിയിൽ പറയുന്നത്. സോ നമുക്ക് ഈ ചിത്രത്തിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ക്ലച്ച് പ്ലേറ്റാണ്. അതുപോലെ തന്നെ ഡയഫ്രം എന്ന് പറയുന്ന ഭാഗം ഏതാണ്, ഈ പോർഷനാണ് ഡയഫ്രം എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഡയഫ്രം നമുക്ക് ആ പ്രഷർ പ്ലേറ്റിലേക്ക് 3 എന്ന് എഴുതിയിട്ടുള്ള പ്രഷർ പ്ലേറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴാണോ ഈ ഒരു റിലീസ് ബിയറിങ്ങിലേക്ക് നമ്മൾ ആ ഫോഴ്സ് കൊടുത്ത് ഇതിനെ മുന്നിലേക്ക് നീക്കുന്നത്, ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഈ പ്രഷർ പ്ലേറ്റ് പുറകിലേക്ക് നീങ്ങുന്നു. ഡയഫ്രത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആ പ്രഷർ പ്ലേറ്റിൻ്റെ പുറകിലേക്കുള്ള നീക്കം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ക്ലച്ച് പ്ലേറ്റിനെ ഫ്ലൈ വീലിൽ നിന്നും നീക്കി നിർത്താനും അതിലൂടെയുള്ള ടോർക്കിൻ്റെ ട്രാൻസ്മിഷൻ കട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഡയഫ്രത്തിന് തന്നെ പറയുന്ന മറ്റൊരു പേരുണ്ട്, ബെല്ലി സ്പ്രിങ് എന്ന് പറയാറുണ്ട്. അതുപോലെ ബെല്ലിവില്ലെ സ്പ്രിങ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ ഡയഫ്രം ക്ലച്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു സിംഗിൾ പ്ലേറ്റ് കോയിൽ സ്പ്രിങ് ടൈപ്പ് ക്ലച്ചിന് അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള സൈസ് എന്ന് പറയുന്നതൊക്കെ കുറവായിരിക്കും.
അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റ് കുറവായിരിക്കും, കാരണം ഇതിൽ ഒരുപാട് സ്പ്രിങ്ങുകളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഈ സ്പ്രിങ്ങുകൾ ഇവിടെ നിലവിൽ കോയിൽ സ്പ്രിങ്ങുകൾ വരുന്ന കേസാണെങ്കിൽ, ഈ 6ഉം 7ഉം കോയിൽ സ്പ്രിങ്ങൊക്കെ വരുന്ന കേസാണെങ്കിൽ ഇത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ കോയിൽ സ്പ്രിങ്ങിൽ ആക്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിങ്ങനെ ഒരു തരത്തിലുള്ള ഒരു കോണിക്കൽ തരത്തിലുള്ള ഒരു ഡയഫ്രം സ്പ്രിങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രോബ്ലം കാര്യങ്ങളൊന്നും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് വരില്ല. അപ്പോൾ അത്രയൊക്കെയാണ് ഡയഫ്രം സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഒരു കോണിക്കലായിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നമുക്കിത് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഭാഗം ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോർഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ട് മൂവ് ആവുന്ന രീതിയിൽ, കാരണം ഈ സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, പിവറ്റ് ചെയ്യും. സോ ഈ പോർഷൻ എന്താവും, പുറകിലേക്ക് നീങ്ങുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ നമുക്ക് പ്രഷർ പ്ലേറ്റ് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പ്രഷർ പ്ലേറ്റിനെയും കൊണ്ട് അതെന്ത് ചെയ്യും, പുറകിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ നിലവിൽ ഉണ്ടാവും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇത് ആ ഒരു കവർ അസംബ്ലിയും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പ്രഷർ പ്ലേറ്റ് അസംബ്ലിയൊക്കെ കൂടെ കാണിക്കുന്ന ഒരു ചിത്രമാണ്. അതായത് ഈ ഭാഗം 1 എഴുതിയിട്ടുള്ളതാണ് ഡയഫ്രം എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2, അതായത് ഈ ഭാഗം, ഇതല്ല, ഈ ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കവർ അസംബ്ലി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബോൾട്ട് ചെയ്യാനുള്ള കണക്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ എങ്ങോട്ടാണ് ബോൾട്ട് ചെയ്യുന്നത്, നമ്മൾ ഫ്ലൈ വീലിലേക്കാണ് ബോൾട്ട് ചെയ്യുന്നത്, അല്ലേ? ഫ്ലൈ വീലിലേക്കാണ് നമ്മൾ ബോൾട്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളിൽ കാണുന്നത് 3 എന്നുള്ള രീതിയിൽ കാണുന്നത് ഇതെന്താണ്, ഇത് പ്രഷർ പ്ലേറ്റ് ആണ്, അല്ലേ? പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്ന ഭാഗമാണ് ഈ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചിത്രമാണ് ജസ്റ്റ് ഇത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഗിയർ ബോക്സുകളെ കുറിച്ചാണ്. അതായത് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് ഒരു വാഹനത്തിലെ ട്രാൻസ്മിഷൻ എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്, ഏതെല്ലാം ട്രാൻസ്മിഷനാണ് ഒരു വാഹനത്തിൽ നിലവിലുള്ളത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും എന്താണ്, ഏതൊക്കെ തരം ട്രാൻസ്മിഷൻസാണ് ആദ്യമുള്ളത് എന്നുള്ളത്. ട്രാൻസ്മിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗിയർ ബോക്സ് തന്നെയാണ്. ഗിയർ ബോക്സിനെ തന്നെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതെല്ലാം ടൈപ്പ് ട്രാൻസ്മിഷനാണ് നിലവിലൊരു വാഹനത്തിൽ ഉപയോഗിക്കുന്നത്. പ്രോഗ്രസീവ് ഗിയർ ബോക്സ് വരുന്നുണ്ട്, എപ്പിസൈക്ലിക് ഗിയർ ബോക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സെലക്റ്റീവ് ഗിയർ ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രസീവ് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ബൈക്കിലും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ, അതുപോലെ തന്നെ ചേതക്ക്, ബൈക്ക്, ഇങ്ങനെയൊക്കെയുള്ള വാഹനങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് പ്രോഗ്രസീവ് ടൈപ്പ് ഗിയർ ബോക്സ്. അതായത് 1-ൽ നിന്ന് 2-ലേക്ക്, 2-ൽ നിന്ന് 3-ലേക്ക്, 3-ൽ നിന്ന് 4-ലേക്ക്, ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് നടത്താൻ സാധിക്കുക. ഇതിനിടയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ടായിരിക്കും. നമുക്ക് ഒരു ഗിയറിൽ നിന്ന് ഒരിക്കലും ഇപ്പോൾ 4ാമത്തെ ഗിയറിൽ അല്ലെങ്കിൽ 5ാമത്തെ ഗിയറിൽ കിടക്കുന്ന അവസ്ഥയിൽ നമുക്ക് നേരെ ന്യൂട്രലിലേക്ക് വരാൻ സാധിക്കില്ല. മറ്റ് ഗിയറുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, അത് ന്യൂട്രലിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രസീവ് ടൈപ്പ് ഗിയർ ബോക്സിൻ്റെ ഒരു പ്രത്യേകത. എപ്പിസൈക്ലിക് ഗിയർ ബോക്സ് പറയുന്നത് ഇതായി കാണുന്ന ചിത്രമാണ്. എപ്പിസൈക്ലിക് ഗിയർ ബോക്സ് പറയുന്നത് തീർത്തും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഗിയർ ബോക്സാണ് എപ്പിസൈക്ലിക് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അടുത്ത സെലക്റ്റീവ് ടൈപ്പ് ഗിയർ ബോക്സാണ്. സെലക്റ്റീവ് ടൈപ്പ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. അത് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് ഉണ്ട്, സിങ്ക്രോ മെഷ് ഗിയർ ബോക്സ് ഉണ്ട്, കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ഉണ്ട്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. പിന്നെ സിങ്ക്രോ മെഷ് ഗിയർ ബോക്സ്, പിന്നെ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ സിങ്ക്രോ മെഷ് ഗിയർ ബോക്സിലേക്ക്, ഇപ്പോൾ നിലവിൽ സിങ്ക്രോ മെഷ് ഗിയർ ബോക്സ് ആണ് മാനുവൽ ട്രാൻസ്മിഷനിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്ലൈഡിംഗ് മെഷ് കാണാം, കോൺസ്റ്റന്റ് മെഷ് കാണാം, അതുപോലെ തന്നെ സിങ്ക്രോ മെഷ് ഗിയർ ബോക്സും നമുക്കിവിടെ ചിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ ഗിയർ ബോക്സുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും എന്തെല്ലാം ഭാഗങ്ങളാണ് വരുന്നത്. അതിനി കോൺസ്റ്റന്റ് മെഷ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ലൈഡിംഗ് മെഷ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിങ്ക്രോ മെഷ് ആയിക്കോട്ടെ, ഇത്തരത്തിൽ സെലക്റ്റീവ് ടൈപ്പ് ഗിയർ ബോക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ക്ലച്ച് ഷാഫ്റ്റ്. ഇതാണ് ക്ലച്ച് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഭാഗം. അതായത് ക്ലച്ചിൽ നിന്നും നേരെ ആ ഒരു കറക്കം എത്തുന്നത് ഗിയർ ബോക്സിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലച്ചിൽ നിന്നും ഗിയർ ബോക്സിലേക്ക് കയറി നിൽക്കുന്ന ഷാഫ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലച്ച് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അതിനെ തന്നെ നമ്മൾ ട്രാൻസ്മിഷൻ ഇൻപുട്ട് ഷാഫ്റ്റ്, ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ ബോക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിയർ ബോക്സിലേക്ക് കറക്കം എത്തിക്കുന്ന ഷാഫ്റ്റ് ആയതുകൊണ്ട് ക്ലച്ച് ഷാഫ്റ്റിനെ ട്രാൻസ്മിഷൻ ഇൻപുട്ട് ഷാഫ്റ്റ് എന്നൂടെ പറയാറുണ്ട്. അതുപോലെ തന്നെ ക്ലച്ച് ഗിയർ, ഈ ക്ലച്ച് ഷാഫ്റ്റിന് മുകളിൽ കാണുന്ന ഗിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലച്ച് ഗിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെയിൻ ഷാഫ്റ്റ്, അത് കഴിഞ്ഞ് കാണുന്ന ഷാഫ്റ്റിനെ മെയിൻ ഷാഫ്റ്റാണ് യഥാർത്ഥത്തിൽ ഔട്ട്പുട്ട് ഷാഫ്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മെയിൻ ഷാഫ്റ്റാണ്. അതുപോലെ തന്നെ ലേ ഷാഫ്റ്റ്, താഴെ കാണുന്ന ഷാഫ്റ്റിനെയാണ് നമ്മൾ ലേ ഷാഫ്റ്റ് എന്ന് പറയുക. ഈ ലേ ഷാഫ്റ്റിനെ തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൗണ്ടർ ഷാഫ്റ്റ്. ഓക്കെ, പിന്നെ എന്തുണ്ടായിരിക്കും, കുറേ ഗിയേഴ്സും അതിന് മുകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഗിയർ ബോക്സിൻ്റെ കൺസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോ സ്ലൈഡിംഗ് മെഷിലും കോൺസ്റ്റന്റ് മെഷിലും സിങ്ക്രോ മെഷിലും വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നിലവിൽ വരുമെന്ന് മാത്രമേ ഉള്ളൂ.
കാരണം എന്താണ്, ഗിയർ ബോക്സിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് ഇവിടെ കാണാൻ സാധിക്കും. സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ഗിയർ ബോക്സ് ആണ്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു ഗിയർ ബോക്സ് ആണ്. അതായത് ഒരു എങ്ങനെയാണ് ഇപ്പോൾ അത് കാണാൻ സാധിക്കുക, അതായത് ഈ രീതിയിലാണ് കാണാൻ സാധിക്കുക. അതായത് ഒരു ക്ലച്ച് ഷാഫ്റ്റ് വരുന്നു, ക്ലച്ച് ഷാഫ്റ്റിൽ ഒരു ക്ലച്ച് ഗിയർ വരും, അത് കൗണ്ടർ ഷാഫ്റ്റിൻ്റെ ഡ്രൈവ് ഗിയറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, മെഷ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ കൗണ്ടർ ഷാഫ്റ്റിൽ കുറേ ഗിയേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ, 1 2 3 ഇങ്ങനെ കുറച്ച് ഗിയേഴ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ സ്പർ ഗിയറുകളായിരിക്കും അല്ലേ. സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൽ സ്പർ ഗിയർ, കാരണം സ്ലൈഡ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ മെഷ് ചെയ്യിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പർ ഗിയറുകളാണ് അതിനകത്ത് വേണ്ടത്. ഈ മെയിൻ ഷാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തിട്ടായിരിക്കും, അവിടെയും ഗിയേഴ്സ് ഉണ്ടായിരിക്കും. ഈ മെയിൻ ഷാഫ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു സ്പ്ലൈൻഡ് ഷാഫ്റ്റ് ആയിരിക്കും, ഒരു സ്പ്ലൈൻഡ് ഷാഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ സ്പ്ലൈൻഡ് ഷാഫ്റ്റ് ആകുമ്പോൾ തന്നെ ഇതിൻ്റെ മെയിൻ ഷാഫ്റ്റിലുള്ള ഗിയേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ സാധിക്കും, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നീങ്ങാം, വലത്ത് ഭാഗത്തേക്ക് ഇടത്ത് ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അതുവഴി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗിയറുകളിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മെഷ് ആവാൻ കഴിയും. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയർ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, ചെറിയ ഗിയർ ഏറ്റവും വലിയ ഗിയറിനെ കറക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഈ ഗിയർ, ഈ 1 എന്ന് എഴുതിയ ഗിയർ 2 എന്ന് എഴുതിയ ഗിയറിനെ കറക്കുമ്പോഴായിരിക്കും ഇവിടെ നമുക്ക് നിലവിൽ ഫസ്റ്റ് ഗിയർ കിട്ടുന്നത്. ഏറ്റവും വലിയ ടോർക്കും വളരെ കുറഞ്ഞ സ്പീഡും കിട്ടുന്ന അവസ്ഥ ഫസ്റ്റ് ഗിയറിൽ ആയിരിക്കും. സെക്കൻഡ് ഗിയർ ആവുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ഗിയറിനെ, അതായത് നമുക്ക് 3 എന്ന് എഴുതിയ ഈ ഒരു ഗിയറിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ 4 എന്ന് എഴുതിയ ഗിയറിലേക്ക് മെഷ് ചെയ്യിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് സെക്കൻഡ് ഗിയർ എടുക്കാൻ സാധിക്കും. തേർഡ് ഗിയർ വരുന്ന സമയത്തോ നമുക്കിവിടെ ഡയറക്റ്റ് കണക്ഷൻ അല്ലേ, നേരിട്ട് ക്ലച്ച് ഗിയറിലേക്ക് കണക്ഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ ഒരു ഗിയർ എടുക്കാൻ സാധിക്കും. സോ ഇതൊരു സിംപ്ലസ്റ്റ് ടൈപ്പ് ഗിയർ ബോക്സ് ആണ്. അതുപോലെ തന്നെ ഓൾഡസ്റ്റ് ടൈപ്പ് ഗിയർ ബോക്സ് ആണ്. ഇതിലെന്തൊക്കെ വരുന്നുണ്ട്, ക്ലച്ച് ഷാഫ്റ്റ്, കൗണ്ടർ ഷാഫ്റ്റ്, മെയിൻ ഷാഫ്റ്റ്, ഇതൊക്കെ ഇതിനകത്തും വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഒരു ഗിയർ ബോക്സ് എന്ന് പറയുന്ന വാഹനങ്ങളിലൊന്നും യൂസ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ നമുക്ക് ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ തുടക്കം നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്, മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ്, കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സ് ആണ്. കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മെയിൻ ഷാഫ്റ്റിലെ ഗിയേഴ്സും അതുപോലെ തന്നെ ഇതാണല്ലോ മെയിൻ ഷാഫ്റ്റ്, ഇതാണ് മെയിൻ ഷാഫ്റ്റ്. ഈ മെയിൻ ഷാഫ്റ്റിലെ ഗിയേഴ്സും അതുപോലെ തന്നെ ഈ ലേ ഷാഫ്റ്റിലെ ഗിയേഴ്സും അത് കണ്ടിന്യൂസ്ലി മെഷ്ഡ് ആയിരിക്കും, എല്ലാ സമയവും മെഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. അപ്പോൾ എന്തുപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷിഫ്റ്റിംഗ് സാധ്യമാക്കുന്നത്, ഇതിനിടയിൽ എന്തുണ്ടായിരിക്കും, ഡോഗ് ക്ലച്ചുകൾ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഇടയിലായിട്ട് ഡോഗ് ക്ലച്ചുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഡോഗ് ക്ലച്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് നമ്മൾ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൽ നമ്മൾ പറഞ്ഞു ഗിയറുകളെ നീക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷിങ് സാധ്യമാക്കി ഡ്രൈവ് നമ്മൾ ട്രാൻസ്മിഷൻ നടത്തുന്നത്. എന്നാൽ കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സിൽ നമ്മൾ പറയുന്നു ഇവിടെ നമുക്ക് ഗിയറുകളെ നീക്കുക എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിലവിലില്ല. കാരണം ഇവിടെ കോൺസ്റ്റൻ്റ്ലി മെഷ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ ഡോഗുകളെ നീക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു സ്ലൈഡിംഗ് ഡോഗ്സ് എന്നാണ് അതിനെ പറയുക. അപ്പോൾ ഈ സ്ലൈഡിംഗ് ഡോഗ്സിനെ നീക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് സാധ്യമാക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ലൈഡിംഗ് ഡോഗിനെ 2 ഭാഗത്തേക്ക് നീക്കാൻ സാധിക്കും, വലത്ത് ഭാഗത്തേക്ക് ഇടത്ത് ഭാഗത്തേക്ക് നീക്കാൻ സാധിക്കും. അപ്പോൾ 2 രീതിയിലുള്ള ഗിയേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ സ്ലൈഡിംഗ് ഡോഗുകൾ എന്ന് പറയുന്നത് മെയിൻ ഷാഫ്റ്റിൽ എവിടെയായിരിക്കും നിൽക്കുന്നത്, സ്പ്ലൈൻസിന് മുകളിലായിരിക്കും നിൽക്കുന്നത്. എന്നാൽ ഗിയർ എന്ന് പറയുന്നത് മെയിൻ ഷാഫ്റ്റിന് മുകളിൽ ഒരു ബിയറിങ്ങിന് മുകളിലായിരിക്കും നിൽക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഡോഗ് ക്ലച്ചുകളാണ് മെയിൻ ഷാഫ്റ്റിന് സ്പ്ലൈൻസിന് മുകളിൽ നിൽക്കുന്നത്. മെയിൻ ഷാഫ്റ്റിന് മുകളിൽ ഒരു ബിയറിങ്ങിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഗിയേഴ്സ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഗിയർ എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ D2 എന്ന് പറയുന്ന ഡോഗിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 1 എന്ന് പറയുന്ന ഗിയറിലേക്ക് എന്ത് ചെയ്താൽ മെഷ് ചെയ്യിച്ച് കഴിഞ്ഞാൽ ഡ്രൈവ് എങ്ങനെ പോകും, ഇതിലൂടെ കയറി ഇതിലൂടെ വന്ന് ഇതിലൂടെ കയറിയിട്ട് അത് ഡോഗ് ക്ലച്ച് വഴി മെയിൻ ഷാഫ്റ്റിലേക്ക് കയറി പുറത്തേക്ക് പോകും. സോ ആ ഡോഗ് ക്ലച്ച് വഴി കയറുന്ന ആ കറക്കം എന്ന് പറയുന്നത് ആ ഫസ്റ്റ് ഗിയറിൻ്റെ കറക്കം, അതായത് ആ വലിയ ഗിയറിൻ്റെ കറക്കം എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും അവിടെ ആ ഒരു കറക്കം നിലവിൽ ഉണ്ടാവുന്നത്. അങ്ങനെ സെക്കൻഡ് ഗിയർ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, സെക്കൻഡ് ഗിയർ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡോഗിനെ D1 എന്ന് പറയുന്ന ഡോഗിനെ നമുക്ക് വലത്ത് ഭാഗത്തേക്ക് നീക്കിയിട്ട് ഈ 2 എന്ന് പറയുന്ന ഗിയറിലേക്ക് മെഷാക്കി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയർ നിലവിലൂടെ എടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ്. റിവേഴ്സിനാണെങ്കിൽ D2നെ നമുക്ക് ഈ R എന്ന് പറയുന്ന ഗിയറിലേക്ക് നീക്കിയാൽ മതി. തേർഡ് ഗിയറിനാണെങ്കിൽ D1നെ നമുക്ക് ഈ 3 എന്ന് പറയുന്ന ഗിയറിലേക്ക് നീക്കിയാൽ മതി. ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സിൽ സ്ലൈഡിംഗ് ഡോഗുകൾ നീക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു കാര്യം നടത്താം. അപ്പോൾ കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ഡബിൾ ഡി ക്ലച്ചിങ് എന്ന് പറയുന്നത്. ഡബിൾ ഡി ക്ലച്ചിങ്. അപ്പോൾ ഈ ഡബിൾ ഡി ക്ലച്ചിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്കിപ്പോൾ ഒരു ഗിയറിൽ നിന്ന് മറ്റൊരു ഗിയറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം ക്ലച്ച് പ്രസ് ചെയ്ത് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡബിൾ ഡി ക്ലച്ചിങ് എന്ന് പറയുന്നത്. അതിനിപ്പോൾ തേർഡിൽ നിന്ന് സെക്കൻഡിലേക്കാണ് നമ്മൾ മാറ്റുന്നതെന്നുണ്ടെങ്കിൽ, അതായത് വലിയ ഗിയറിൽ നിന്ന് ചെറിയ ഗിയറിലേക്കാണ് നമ്മൾ മാറ്റുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യിച്ചിട്ട് വേണം
എന്ത് ചെയ്യാൻ, ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ. എന്നാൽ സെക്കൻഡിൽ നിന്ന് നമ്മൾ തേർഡിലേക്കാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നിലവിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ ഡി ക്ലച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നിലവിൽ ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിനെ കുറിച്ച് മനസ്സിലാക്കുക. ഓൾ ദ ഗിയേഴ്സ് ഓൺ ദ മെയിൻ ഷാഫ്റ്റ് ആർ ഇൻ കോൺസ്റ്റന്റ് മെഷ് വിത്ത് ദ കറസ്പോണ്ടിങ് ഗിയേഴ്സ്. ദ മെയിൻ ഷാഫ്റ്റ് ഈസ് സ്പ്ലൈൻഡ് ആൻഡ് ഓൾ ദ ഗിയേഴ്സ് ആർ ഫ്രീ ഓൺ ഇറ്റ്. മെയിൻ ഷാഫ്റ്റ് എന്താണ്, സ്പ്ലൈൻഡ് ആണ്. അതുപോലെ തന്നെ എല്ലാ ഗിയേഴ്സും അതിന് മുകളിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്ലച്ച് ഷാഫ്റ്റ്, കൗണ്ടർ ഷാഫ്റ്റ്, മെയിൻ ഷാഫ്റ്റ്. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൽ പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിലും ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അടുത്ത ഗിയർ ബോക്സ് നോക്കാം. അടുത്തതാണ് സെലക്റ്റീവ് ടൈപ്പ് ഗിയർ ബോക്സിലെ തന്നെ സിങ്ക്രോ മെഷ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം ഗിയർ ബോക്സാണ് സിങ്ക്രോ മെഷ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. സിങ്ക്രോണൈസർ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉപയോഗിച്ച് നമ്മൾ ആ ഒരു ഷിഫ്റ്റിംഗ് നടത്തി ആവശ്യമായ ഗിയർ സെലക്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ് നിലവിൽ ഈ ഗിയർ ബോക്സിൽ ഉണ്ടായതുകൊണ്ടാണ് ഇതിനെ സിങ്ക്രോ മെഷ് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞത്. കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിൻ്റെ പോരായ്മകളെല്ലാം മാറ്റിക്കൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിലവിൽ സിങ്ക്രോ മെഷ് ഗിയർ ബോക്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ കണ്ടെത്തിയത്. അപ്പോൾ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിൽ ഡോഗ് ക്ലച്ചുകൾ ഉപയോഗിച്ച് നമ്മൾ സെലക്ഷൻ നടത്തുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ളൊരു കണക്ഷനാണ് അവിടെ കിട്ടുന്നത്. പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ ഡബിൾ ഡി ക്ലച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്കിൽഡ് ഡ്രൈവേഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, വാഹനം ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ നോർമൽ ഒരാൾ കയറിയിട്ട് ഈ ഡബിൾ ഡി ക്ലച്ചിങ് അറിയാത്ത ഒരാൾ കയറിയിട്ട് കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സുള്ള വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അയാൾക്ക് ശരിയായ രീതിയിൽ ആ ഒരു ഷിഫ്റ്റിംഗ് നടത്താൻ സാധിക്കില്ല. ഭയങ്കര സൗണ്ട് വരും, ക്ലാഷായി പോകും, ഗിയർ ഷിഫ്റ്റിങ്ങിന് ഹാർഡ് ഗിയർ ഷിഫ്റ്റിംഗ് ആയി മാറും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. സോ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സിങ്ക്രോണൈസർ യൂണിറ്റ് ഉപയോഗിച്ച് ഗിയറുകളെ മെയിൻ ഷാഫ്റ്റിലേക്ക് മെഷ് ചെയ്യിക്കുന്നത്, അതായത് ഒരു സ്ലൈഡിംഗ് ഡോഗ് ഉപയോഗിച്ച് ഗിയറുകളെ മെയിൻ ഷാഫ്റ്റിലേക്ക് മെഷ് ചെയ്യിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ആ ഗിയറിൻ്റെയും അതുപോലെ തന്നെ ഈ മെഷ് ചെയ്യാൻ പോകുന്ന ഭാഗത്തിൻ്റെയും കൂടെ സ്പീഡ് എന്ത് ചെയ്യുക, ഈക്വലൈസ് ചെയ്ത് അതിനുശേഷം മെഷിങ് സാധ്യമാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സിങ്ക്രോ മെഷ് ഗിയർ ബോക്സിൽ സിങ്ക്രോണൈസർ യൂണിറ്റ് എന്ന് പറയുന്ന ഭാഗം ചെയ്യുന്നത്. അപ്പോൾ സിങ്ക്രോണൈസർ യൂണിറ്റിലൊരു പോർഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഇപ്പോൾ ഗിയർ വരുന്നുണ്ട്. ആ ഗിയറിനോട് ചേർന്നിട്ട് തന്നെ ഒരു കോൺ പോർഷൻ അല്ലേ, അതിൽ തന്നെ ഒരു ടീത്ത് പോർഷൻ വരുന്നുണ്ട്. സോ ഈ കോൺ പോർഷനിലേക്ക് മെഷഡായിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ ഷാഫ്റ്റിന് മുകളിൽ നിൽക്കുന്ന സ്പ്ലൈൻസിൽ എന്തുണ്ട്, ഒരു ഇൻറ്റേർണൽ സ്പ്ലൈൻസിലല്ല, ഷാഫ്റ്റിന് മുകളിലുള്ള സ്പ്ലൈൻസിന് മുകളിൽ എന്ത് വരുന്നുണ്ട്, ഒരു സിങ്ക്രോ ഹബ്ബ് വരുന്നുണ്ട്. അപ്പോൾ ഈ സിങ്ക്രോ ഹബ്ബിന് എന്തുണ്ട്, ഇൻറ്റേർണൽ ടീത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പ്ലൈൻസിന് മുകളിൽ അത് നിൽക്കും. അതുപോലെ തന്നെ ഇതൊരു ഇന്നർ സ്ലീവാണ്, ഇതൊരു ഔട്ടർ സ്ലീവാണ്. സോ ഇന്നർ സ്ലീവിൽ എന്തുണ്ട്, ഒരു കോണിക്കൽ സർഫസ് ഉണ്ട്. സോ ഇത് പോയി തട്ടുന്ന സമയത്ത്, ഈ ഭാഗം പോയിട്ട് ഇതിലേക്ക് തട്ടുന്ന സമയത്ത് ഈ കോണിക്കൽ സർഫസുകൾ തമ്മിൽ കോൺടാക്റ്റിൽ വരികയും ഇതിൻ്റെ കറക്കം ഏകദേശം ഈക്വലായി കഴിയുമ്പോൾ ഔട്ടർ സ്ലീവ് എന്ത് ചെയ്യും, ഈ ഇങ്ങോട്ട് നീങ്ങിയിട്ട് അത് ഈ ഒരു ഗിയറിനെ അങ്ങോട്ട് കടിച്ച് പിടിക്കുകയും ചെയ്യും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഗിയറിലേക്ക് വന്ന കറക്കത്തിനെ ആ ഒരു സിങ്ക്രോണൈസർ യൂണിറ്റ് ഉപയോഗിച്ച് നമുക്ക് മെയിൻ ഷാഫ്റ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു ട്രാൻസ്മിഷൻ നടത്താൻ സാധിക്കും. സ്മൂത്ത് ആയിട്ടുള്ളൊരു ട്രാൻസ്മിഷൻ ആയിരിക്കും. കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിൽ വരുന്ന പോലെയുള്ള ക്ലാഷിങ്ങോ അല്ലെങ്കിൽ അവിടെ നമുക്ക് ഗിയർ ബോക്സ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും നിലവിൽ സിങ്ക്രോ മെഷ് ഗിയർ ബോക്സ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവില്ല. ഇവിടെ പറയുന്ന പോയിന്റ്സുകൾ എന്തൊക്കെയാണ്, ഇൻ എ ഗിയർ ബോക്സ് ദർ ഈസ് ഓൾവേസ് എ ഡിഫിക്കൽട്ടി ഇൻ എൻഗേജിങ് ദ സ്റ്റേഷനറി ഗിയർ വിത്ത് ദ ഗിയേഴ്സ് ഓൾറെഡി റൊട്ടേറ്റിംഗ് അറ്റ് എ ഹൈ സ്പീഡ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, ബിഫോർ എൻഗേജിങ് ദ ഗിയേഴ്സ് ദേ ആർ ബ്രോട്ട് ഇൻ ഫ്രിക്ഷണൽ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് ആഫ്റ്റർ ഈക്വലൈസിങ് ദ സ്പീഡ് ദ എൻഗേജ്മെൻറ്റ് ഈസ് ഡൺ. അപ്പോൾ എന്തായിരിക്കും, സ്മൂത്ത് ആയിട്ടുള്ളൊരു എൻഗേജ്മെൻ്റ് ആയിരിക്കും നിലവിൽ നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്, ആദ്യം പറഞ്ഞത് നമ്മൾ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ്, പിന്നെ പറഞ്ഞത് നമ്മൾ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ്, പിന്നെ പറഞ്ഞത് സിങ്ക്രോ മെഷ് ഗിയർ ബോക്സ്. അപ്പോൾ ഇത് മൂന്നിനെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പ്ലാനറ്ററി ഗിയർ ബോക്സ് ആണ്. പ്ലാനറ്ററി ഗിയർ ബോക്സ് പറയുന്നത് തീർത്തും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലാനറ്ററി ഗിയർ ബോക്സിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂവും അതുപോലെ തന്നെ സൈഡ് വ്യൂവും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ മനസ്സിലാക്കുക, ഒരു പ്ലാനറ്ററി ഗിയർ ബോക്സിന് എന്ന് പറയുന്നത് എന്തെല്ലാം ഭാഗങ്ങളാണ് വരുന്നത്, നിലവിൽ വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒരു സൺ ഗിയർ, അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊരു സൺ ഗിയർ വരും. അതിനെ ചുറ്റിക്കൊണ്ടൊരു പ്ലാനറ്റ് ഗിയേഴ്സ് വരും. ഇതിവിടെ 2 വരുന്നത്, 3 വരുന്ന കേസുണ്ട്, 4 വരുന്ന കേസും ഉണ്ട്. ഓക്കെ, അതിന് പുറമേ എന്ത് വരുന്നുണ്ട്, ഒരു റിംഗ് ഗിയർ വരുന്നുണ്ട്. ആ റിംഗ് ഗിയറിന് തന്നെ നമ്മൾ ഇൻറ്റേർണൽ ടീത്തുകളോട് കൂടിയ ഗിയർ ആയതുകൊണ്ട് ഇൻറ്റേർണൽ ഗിയർ എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ അനുലസ് ഗിയർ എന്ന് പറയാറുണ്ട്, ഇൻറ്റേർണൽ ഗിയർ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അനുലസ്
ഗിയർ എന്നും കൂടെ പറയാറുണ്ട്. ഇതൊക്കെ റിംഗ് ഗിയറിനെ പറയുന്ന മറ്റ് പേരുകളാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സോ പ്ലാനറ്റ് ഗിയർ എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിമ്പിൾ എപ്പിസൈക്ലിക് ഗിയർ ബോക്സാണ്, അല്ലെങ്കിൽ ഒരു സിമ്പിൾ പ്ലാനറ്ററി ഗിയർ സെറ്റാണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ പ്ലാനറ്ററി ഗിയർ സെറ്റ് ഉപയോഗിച്ച് നമുക്ക് പ്രധാനമായിട്ടും 6 സ്പീഡുകൾ പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സൺ ഗിയറിനെ ഇൻപുട്ടാക്കിയിട്ട് കൺസിഡർ ചെയ്യാം, പ്ലാനറ്റ് ഗിയറിനെ ഇൻപുട്ടാക്കി കൺസിഡർ ചെയ്യാം, റിംഗ് ഗിയറിനെ ഇൻപുട്ടാക്കി കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ സൺ ഗിയറിനെ നമുക്ക് ഔട്ട്പുട്ടാക്കി കൺസിഡർ ചെയ്യാം, പ്ലാനറ്റ് ഗിയറിനെ നമുക്ക് ഔട്ട്പുട്ടാക്കി കൺസിഡർ ചെയ്യാം, റിംഗ് ഗിയറിനെ നമുക്ക് ഔട്ട്പുട്ടാക്കി കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ സൺ ഗിയറിനെ നമുക്ക് സ്റ്റേഷനറി ആക്കാം, പ്ലാനറ്റ് ഗിയറിനെ നമുക്ക് സ്റ്റേഷനറി ആക്കാം, റിംഗ് ഗിയറിനെയും നമുക്ക് സ്റ്റേഷനറി ആക്കാൻ പറ്റും. സോ ഈ ഓരോ സമയത്തും നമുക്ക് കിട്ടുന്ന സ്പീഡ് ആൻഡ് ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. സോ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഈ സ്റ്റേഷനറി ആക്കി, ഒന്നിനെ ഡ്രൈവിംഗ് ആക്കി, ഡ്രിവൺ ആക്കി എന്നൊക്കെ പറയുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? നമ്മൾ എന്തെങ്കിലും ഗിയർ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നതാണോ? ഒരിക്കലും അല്ല. അതൊരു ഓട്ടോമാറ്റിക് മെക്കാനിസം ഉപയോഗിച്ച്, അതുകൊണ്ട് തന്നെയാണ് അതിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയും. ഒരു ഓട്ടോമാറ്റിക് മെക്കാനിസം, അതിന് വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് ബാൻഡും അതുപോലെ തന്നെ ഒരു മൾട്ടി പ്ലേറ്റ് ക്ലച്ച് അസംബ്ലിയും കൂടെ ഈ ഒരു എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും? നമ്മളുടെ ഈ ഒരു പ്ലാനറ്ററി ഗിയർ സെറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് ആവശ്യമായ രീതിയിൽ സ്റ്റേഷനറി ആക്കുന്നതും അതുപോലെ തന്നെ ഡ്രൈവിങ്ങും ഡ്രിവണും ഒക്കെ ആക്കുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയുള്ള പോയിൻറ്റ്സുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ടൈപ്പ് ഓഫ് ഗിയേഴ്സ്, അല്ലേ? ഏതൊക്കെയാണ്? ഒന്ന് സൺ ഗിയർ, മറ്റൊന്ന് പ്ലാനറ്റ് ഗിയർ, അതുപോലെ തന്നെ റിംഗ് ഗിയർ. ആൻ ഔട്ടർ ഗിയർ ഹാവിങ് ഇൻസൈഡ് ടീത്ത്, അല്ലേ? ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇതിന് ഇൻസൈഡ് ടീത്താണ്. ഇറ്റ് ഈസ് സംടൈംസ് കാൾഡ് ഇൻറ്റേർണൽ ഗിയർ. ഇതിന് പറയുന്ന പേരാണ് ഇൻറ്റേർണൽ ഗിയർ. 3 പ്ലാനറ്റ് പിനിയൻ ഹെൽഡ് ഓൺ പിനിയൻ ഷാഫ്റ്റ് ഇൻ എ കേജ് ഓർ കാരിയർ. ഓക്കെ, 3 പ്ലാനറ്റ്, ഇവിടെ 2 പ്ലാനറ്റ് ഗിയേഴ്സാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. 3 എണ്ണമൊക്കെ വരുന്ന കേസും ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുണ്ടായിരിക്കും ഒരു പ്ലാനറ്റ് കാരിയർ ഉണ്ടായിരിക്കും, അത് ഒരു ഷാഫ്റ്റിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. എ സൺ ഗിയർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ 3 പ്ലാനറ്റ് പിനിയൻസ്. അപ്പോൾ ഈ 2 പ്ലാനറ്റ് പിനിയൻസ് അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 പ്ലാനറ്റ് പിനിയൻസിൻ്റെ നടുക്കായിട്ട് എന്തുണ്ടായിരിക്കും? ഒരു സൺ ഗിയർ എന്ന് പറയുന്നത് വരുന്നുണ്ടായിരിക്കും. ഇവിടെ നമുക്കൊരു ടേബിൾ കാണാൻ സാധിക്കും. ഈ ടേബിളിൽ നമുക്ക് എന്താ കാണുന്നത്? സിമ്പിൾ എപ്പിസൈക്ലിക് ഗിയർ ബോക്സ് സെറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം സ്പീഡുകൾ എടുക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ടേബിളിൽ നിലവിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഫോർവേഡ് ഫാസ്റ്റ്, ഫോർവേഡ് വെരി ഫാസ്റ്റ്, ഫോർവേഡ് സ്ലോ, ഫോർവേഡ് വെരി സ്ലോ, റിവേഴ്സ് ഫാസ്റ്റ്. ഇത്രയും സ്പീഡുകൾ നിലവിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു സിമ്പിൾ എപ്പിസൈക്ലിക് ഗിയർ ബോക്സ് ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6 സ്പീഡ് നമുക്ക് എടുക്കാൻ സാധിക്കും. സോ നമ്മൾ എന്താക്കണം? ഒന്നിനെ ഡ്രൈവിംഗ് ആക്കണം, മറ്റൊന്നിനെ ഡ്രിവൺ ആക്കണം, മറ്റൊന്നിനെ സ്റ്റേഷനറി ആക്കണം. അപ്പോൾ നമുക്ക് ഓരോ രീതിയിലുള്ള എന്തായിരിക്കും സ്പീഡുകളായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർവേഡ് സ്ലോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് എടുത്തു നോക്കാം. ഫോർവേഡ് സ്ലോയിൽ നമ്മൾ ഡ്രൈവിംഗ് കൊടുക്കേണ്ടത്, അതായത് ക്ലച്ച് എൻജിൻ്റെ ഡ്രൈവ് എന്ന് പറയുന്നത് എത്തേണ്ടത്, അല്ലെങ്കിൽ ക്ലച്ചിലൂടെ അത് എത്തേണ്ടത് എങ്ങോട്ടാണ്? അത് റിംഗ് ഗിയറിലേക്കാണ് എത്തേണ്ടത്. ഡ്രിവൺ ചെയ്യുന്നത്, അതായത് തിരിക്കപ്പെടുന്നത് ആരാണ്? ഡ്രൈവിംഗ് ചെയ്യുന്നത് റിംഗ് ഗിയർ ആണെങ്കിൽ തിരിക്കപ്പെടുന്നത് ആരാണ്? ഡ്രിവൺ ചെയ്യുന്നത് പ്ലാനറ്റ് ഗിയറാണ്. അതായത് ഔട്ട്പുട്ട് എടുക്കുന്ന പ്ലാനറ്റിൽ. റിങ്ങിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുത്തു, ഔട്ട്പുട്ട് നമ്മൾ പ്ലാനറ്റിൽ നിന്ന് എടുത്തു. സ്റ്റേഷനറി ആക്കി വെക്കുന്നത് ആരെയാണ്? സൺ ഗിയറിനെയാണ് നിലവിൽ നമ്മൾ സ്റ്റേഷനറി ആക്കി വെക്കുന്നത്. ആ രീതിയിൽ നമുക്ക് എന്ത് എടുക്കാൻ സാധിക്കും? ഫോർവേഡ് സ്ലോ എന്ന് പറയുന്ന ഒരു ഇതെടുക്കാൻ സാധിക്കും, ഒരു സ്പീഡ് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റിവേഴ്സ് സ്ലോ ആയ റിവേഴ്സ് ഫാസ്റ്റും ഉണ്ട്. 2 റിവേഴ്സുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് റിവേഴ്സ് സ്ലോ എന്ന് പറയുമ്പോൾ ടോർക്ക് കൂടിയ റിവേഴ്സും, റിവേഴ്സ് ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ടോർക്ക് കുറച്ച് കുറഞ്ഞ റിവേഴ്സും. അപ്പോൾ അതിൽ എന്താണ്? റിവേഴ്സ് സ്ലോയിലാണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് റിംഗ് ഗിയറിൽ നിന്നാണ്. അതുപോലെ തന്നെ റിവേഴ്സ് ഫാസ്റ്റിലാണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് സൺ ഗിയറിൽ നിന്നാണ്. അപ്പോൾ ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? നമുക്ക് ഏത് ഗിയറിന് വേണമെങ്കിലും സ്റ്റേഷനറി ആക്കി വെക്കാം, ഏത് ഗിയറിന് വേണമെങ്കിലും റിംഗ് ഗിയർ ഡ്രൈവിംഗ് ആക്കി വെക്കാം, ഏത് ഗിയറിന് വേണമെങ്കിലും ഡ്രിവൺ ഗിയർ ആക്കി വെക്കാൻ സാധിക്കും. വ്യത്യസ്തമായിട്ടുള്ള സ്പീഡുകളായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരൊറ്റ സിമ്പിൾ എപ്പിസൈക്ലിക് ഗിയർ സെറ്റാണ് കാണാൻ സാധിക്കുന്നത്. ഇത്ര ഒരു സെറ്റ് മാത്രമായിരിക്കില്ല ഉണ്ടായിരിക്കുക, 2, 3, 4 സെറ്റ് വരുന്ന കേസുകൾ. അപ്പോൾ അതിനനുസരിച്ച് എന്തായിരിക്കും? സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. പല സ്പീഡുകൾ നമുക്ക് പുറത്തേക്ക് കിട്ടും. സോ ഇതിൽ വരുന്ന ഗിയർ ബോക്സ്, എപ്പിസൈക്ലിക് ഗിയർ ബോക്സ് എന്ന് പറയുന്നൊരു പോർഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഫ്ലൂയിഡ് ഫ്ലൈ വീലായിട്ട് വരുന്ന ഭാഗമായിരിക്കും ക്ലച്ച് എന്ന് പറയുന്നത്. സോ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എന്താണ്?
പ്രധാനമായിട്ടും ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഈസ് ദ ഹൈഡ്രോളിക് ഓട്ടോമാറ്റിക് ആണ്. ഹൈഡ്രോളിക് ഫ്ലൂയിഡൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു കൺട്രോളിങ് മെക്കാനിസം എല്ലാം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും, അവിടെ ഒരു പ്ലാനറ്ററി ഗിയർ സെറ്റ് ഉണ്ടായിരിക്കും, ഹൈഡ്രോളിക് കൺട്രോൾസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ടോർക്ക് കൺവേർട്ടർ ഉണ്ടായിരിക്കും. ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഫ്ലൂയിഡ് ഫ്ലൈ വീലാണ്, ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ടോർക്ക് കൺവേർട്ടറാണ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ പറയുന്ന മറ്റ് ചില ടൈപ്പുകളാണ് CVT, കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ. പുള്ളികൾ ഉപയോഗിച്ച് ആ ഒരു ഡ്രൈവിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, വേരിയബിൾ പുള്ളീസ് യൂസ് ചെയ്തിട്ട് ഡ്രൈവിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അതുപോലെ തന്നെ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ, 2 ക്ലച്ച് അസംബ്ലികൾ വരുന്നു. അത് വന്ന് എന്ത് ചെയ്യുന്നു, വളരെ പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റിംഗ് സാധ്യമാക്കുന്ന ഒരു തരം മെക്കാനിസം DCT എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കാണാൻ സാധിക്കും. ഇലക്ട്രോണിക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ EAT എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും നിലവിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ നമുക്ക് ഇനി അടുത്തതായിട്ട് മനസ്സിലാക്കാനുള്ളത് ടോർക്ക് കൺവേർട്ടർ എന്താണ് എന്നുള്ളതാണ്. ടോർക്ക് കൺവേർട്ടർ, അപ്പോൾ ടോർക്ക് കൺവേർട്ടർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു മെക്കാനിസമാണ്. അതുപോലെ തന്നെ ഇറ്റ്സ് സെയിം ആസ് ഫ്ലൂയിഡ് ഫ്ലൈ വീലുമായിട്ട് സിമിലറായിട്ട് വരുന്ന ഒരു സാധനം തന്നെയാണ് എന്ത്, ഈ ഒരു ടോർക്ക് കൺവേർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫ്ലൂയിഡ് ഫ്ലൈ വീലിൽ നിന്നും ടോർക്ക് കൺവേർട്ടറിനുള്ള വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു ഫ്ലൂയിഡ് ഫ്ലൈ വീൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒരു ഇമ്പല്ലർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ടർബൈൻ ഉണ്ടായിരിക്കും. ഈ 2 ഭാഗങ്ങളെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇമ്പല്ലർ എന്ന് പറയുന്നത് നമ്മൾ എഞ്ചിൻ്റെ ഫ്ലൈ വീലുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ടർബൈൻ എന്ന് പറയുന്നത് എങ്ങോട്ട് കണക്റ്റഡ് ആയിരിക്കും, ട്രാൻസ്മിഷനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, ഗിയർ ബോക്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സോ ഇമ്പല്ലർ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇമ്പല്ലറിൻ്റെ ഉള്ളിലുള്ള വെയിൻസുകൾ കാരണം ഇതിനുള്ളിലുള്ള ഫ്ലൂയിഡിനെ പിടിച്ച് കറക്കുകയും ആ കറക്കം ഓട്ടോമാറ്റിക്കലി ടർബൈനെ പിടിച്ച് കറക്കുന്നതിന് കാരണമാവുകയും ടർബൈൻ വഴി നമുക്ക് എങ്ങോട്ട് ഗിയർ ബോക്സിലേക്കുള്ള ഡ്രൈവ് നമുക്ക് എടുക്കാനും സാധിക്കും. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇമ്പല്ലറിൽ നിന്നും പോയി ടർബൈനെ കറക്കി തിരിച്ചു വരുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇമ്പല്ലർ കറങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വന്ന് ഇടിക്കുകയും ഇമ്പല്ലറിൻ്റെ കറക്കത്തിനെ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യും. സോ അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് ടോർക്ക് ട്രാൻസ്മിഷനെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടും ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ കിട്ടാത്തത് കൊണ്ടും ടോർക്ക് ഒരുപാട് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടും എന്ത് സംഭവിച്ചു, ഫ്ലൂയിഡ് ഫ്ലൈ വീൽ എന്ന് പറയുന്ന മെക്കാനിസം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആക്കിയിട്ട് ടോർക്ക് കൺവേർട്ടർ എന്ന് പറയുന്ന ഒരു മെക്കാനിസം ആക്കി മാറ്റി. അപ്പോൾ ടോർക്ക് കൺവേർട്ടർ കയറി വന്നപ്പോൾ എന്താണ് ഉണ്ടായത്, അവിടെ സ്റ്റേറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം എക്സ്ട്രാ വരികയാണ് നിലവിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം എക്സ്ട്രാ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഇമ്പല്ലറിൽ നിന്നും ഇമ്പല്ലർ കറങ്ങി ഫ്ലൂയിഡ് ഇങ്ങനെ ഇതിലേക്ക് പോയി, ടർബൈനിലേക്ക് പോയി, ടർബൈനെ കറക്കി തിരിച്ചു വരുന്ന സമയത്ത് ഇമ്പല്ലർ ഏത് ഡയറക്ഷനിലാണ് കറങ്ങുന്നത് ആ ഡയറക്ഷനിൽ തന്നെ ഫ്ലൂയിഡ് പോയി ഇടിക്കുന്നതിന് ആര് സഹായിക്കും, സ്റ്റേറ്റർ സഹായിക്കുകയും ഇമ്പല്ലറിൻ്റെ കറക്കത്തിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുകയും അതുവഴി ടോർക്ക് കൺവേർട്ടറിൽ നമുക്ക് എന്ത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും, ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യിക്കാനും സാധിക്കും. സോ ഇവിടെയുള്ള പോയിൻറ്റ്സാണ് മനസ്സിലാക്കുക. ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ടോർക്ക് കൺവേർട്ടർ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലൈ വീൽ പോലെ തന്നെ വരുന്നൊരു കൺസ്ട്രക്ഷനാണ്. ഇറ്റ് ഹാസ് ആൻ അഡീഷണൽ സ്റ്റേഷനറി മെമ്പർ കാൾഡ് സ്റ്റേറ്റർ ഓർ ദ റിയാക്ടർ. ഈ ഫ്ലൂയിഡ് ഫ്ലൈ വീലിൽ നിന്നും കൂടുതലായിട്ട് വരുന്ന ഭാഗത്തിന് നമ്മൾ എന്താ പറയുന്നത്, സ്റ്റേറ്റർ ഓർ റിയാക്ഷൻ മെമ്പർ എന്നുള്ള പേരിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ പേര് മാറിയിട്ട് ടോർക്ക് കൺവേർട്ടർ എന്നായി. ഓൾ ദ മെമ്പേഴ്സ് ഹാവ് ബ്ലേഡ്സ് ഓർ വെയിൻസ്, അല്ലേ, ഓഫ് സ്പെസിഫിക് ഷേപ്പ്. ഒരു കർവ്ഡ് ആയിട്ടുള്ളൊരു ഷേപ്പിൽ ബ്ലേഡുകളും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ ഉണ്ടായിരിക്കും, എങ്കിലേ ഫ്ലൂയിഡിനെ ശരിയായ രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, പാസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ദ ഫ്ലൂയിഡ് ഫ്ലൈ വീൽ ട്രാൻസ്മിറ്റ് ദ സെയിം ടോർക്ക് ആസ് ഗിവൺ ടു ഇറ്റ് ബൈ ദ എൻജിൻ ഷാഫ്റ്റ്. ഓക്കെ, ഫ്ലൂയിഡ് ഫ്ലൈ വീൽ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, വളരെ പെർഫെക്റ്റായ രീതിയിലും അതുപോലെ തന്നെ എൻജിൻ്റെ ആ ഒരു കറക്കത്തിനെ പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഔട്ട്പുട്ടാക്കി എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോർക്ക് കൺവേർട്ടർ ഇൻക്രീസസ് ദ ടോർക്കിന് റേഷ്യോ എന്നാണ്, ടോർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യിക്കാൻ ടോർക്ക് കൺവേർട്ടറിന് എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 2:1, 3:1 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിനെ ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കാറുണ്ട്. സോ ടോർക്ക് കൺവേർട്ടറിൽ നമുക്കതിൻ്റെ ഡ്രോയിങ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ വരയ്ക്കാൻ ഉള്ളൊരു ഡ്രോയിങ്ങാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു എഞ്ചിനിൽ നിന്ന് വരുന്ന ഷാഫ്റ്റ് അത് നേരെ ഫ്ലൈ വീലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഫ്ലൈ വീൽ എന്ന് പറയുന്നത് ഇമ്പല്ലറിലേക്ക്
കണക്ട് ചെയ്തിരിക്കുന്നു. ഇമ്പല്ലർ എന്ന് പറയുന്നതും ടർബൈൻ എന്ന് പറയുന്നതും ഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് ഇല്ല. അതിനിടയിൽ സ്റ്റേറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ വരുന്നുണ്ട്. സോ ഈ ഇമ്പല്ലർ കറങ്ങുമ്പോൾ അത് ടർബൈനെ കറക്കിയ ടർബൈൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഷാഫ്റ്റിലേക്ക് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതും അതുവഴി ഔട്ട്പുട്ട് ഷാഫ്റ്റ് നമുക്ക് കറക്കാനും സാധിക്കും. അപ്പോൾ ഇവിടെയുള്ള പോയിൻറ്റ്സുകൾ നോക്കുക. എ സിംഗിൾ സ്റ്റേജ് ടോർക്ക് കൺവേർട്ടർ, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സിംഗിൾ സ്റ്റേജ് ടോർക്ക് കൺവേർട്ടർ ആണ്. അത് നമുക്ക് കാണാൻ സാധിക്കും, ഒരു സിംഗിൾ സ്റ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 മെയിൻ പാർട്സ് അല്ലേ, 3 മെയിൻ പാർട്സുകളുണ്ട്. ഏതൊക്കെയാണ്? ഇമ്പല്ലർ, അതുപോലെ തന്നെ ടർബൈൻ, അതുപോലെ തന്നെ സ്റ്റേറ്റർ. ഇമ്പല്ലർ എന്ന് പറയുന്നത് എന്താണ്? ഡ്രൈവിംഗ് മെമ്പറാണ് വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഇമ്പല്ലർ എന്ന് പറയുന്നത്. ടർബൈൻ എന്ന് പറയുന്നതോ ഡ്രിവൺ മെമ്പർ അല്ലെ, തിരിക്കപ്പെടുന്ന മെമ്പറാണ് ടർബൈൻ എന്ന് പറയുന്നത്. വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ റോഡ് വീൽസ് ത്രൂ ദ ട്രാൻസ്മിഷൻ ഗിയേഴ്സ് ആൻഡ് ദ ഡ്രൈവ് ലൈൻ. ഓക്കെ, അടുത്ത സ്റ്റേറ്റർ എന്ന് പറയുന്ന ഭാഗം ഫിക്സഡ് ടു ദ ഫ്രെയിം ത്രൂ എ ഫ്രീ വീൽ. ഒരു ഫ്രീ വീലിന് മുകളിൽ എന്ത് ചെയ്തിരിക്കുന്നുണ്ടാവും? സ്റ്റേറ്റർ ഫിക്സഡ് ആക്കി വെച്ചിരിക്കുന്നുണ്ടാവും. ഫ്രെയിമിലേക്കായിരിക്കും ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഓയിൽ പമ്പ് അല്ലേ, ഇതിനുള്ളിൽ ഓയിൽ ആവശ്യമായ പ്രഷറിൽ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്മിഷൻ ഓയിൽ പമ്പ് ഉണ്ടായിരിക്കും. ആ ഓയിൽ പമ്പ് ഇവിടെ നിലവിലില്ല എന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഉള്ളിൽ പ്രഷർ നമ്മൾ ശരിയായ രീതിയിൽ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും? കാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ കാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നിലവിൽ ഇതിനുള്ളിൽ, അതായത് ഒരു എയർ പോക്കറ്റ്സ് ഇങ്ങനെ ഉണ്ടാവുന്ന സെൻറ്റർ ഓഫ് ദ സ്റ്റേറ്ററിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനിൽ നിന്നും അങ്ങനെ എയർ ബബിൾസ് വരുന്നൊരു പ്രശ്നം നിലവിലുണ്ടാവും. അത് ടോർക്ക് കൺവേർട്ടറിൻ്റെ പ്രവർത്തനത്തിന് തന്നെ വളരെ മോശമായ രീതിയിൽ തന്നെ ബാധിക്കും. അപ്പോൾ ട്രാൻസ്മിഷൻ ഓയിൽ എന്താ ചെയ്യുന്നത്? വിച്ച് കീപ്പ് ദ കൺവേർട്ടർ ഫുൾ ഓഫ് ഓയിൽ അണ്ടർ ദ പ്രഷർ. ഒരു പർട്ടിക്കുലർ പ്രഷറിൽ എന്ത് ചെയ്യും? ആ ഒരു ഓയിലിനെ അതിനുള്ളിൽ ഇങ്ങനെ കീപ്പ് ചെയ്ത് നിർത്താൻ നിലവിൽ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് നിലവിൽ നമുക്ക് എന്ത് പറയാനുള്ളത്. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നിലവിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, നിലവിൽ എന്തില്ല, നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു തിയറി ബേസിൽ എല്ലാം പറഞ്ഞു പോകുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെല്ലാം ഓരോ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവുക. അതുപോലെ തന്നെ ചില പോയിൻറ്റ്സുകളൊക്കെ, പ്രധാനപ്പെട്ട പോയിൻറ്റുകളൊക്കെ ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് പഠിക്കുക. അപ്പോൾ അതാണ് കുറച്ചും കൂടെ നല്ലത്. ഇതിൽ പുറമേയും ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ ഈ ഭാഗത്ത് നിന്നും സിലബസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ടൈപ്പ് ഓഫ് ക്ലച്ചസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ക്ലച്ചുകളൊന്നും എടുത്ത് പറയുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലച്ച് എന്ന് പറയുന്ന ഭാഗവും അതുപോലെ തന്നെ ഗിയർ ബോക്സ് എന്ന് പറയുന്ന ഭാഗവും വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പഠിച്ച് ആ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഭാഗം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഫ്ലൂയിഡ് ഫ്ലൈ വീലും ടോർക്ക് കൺവേർട്ടറും അതുപോലെ തന്നെ പ്ലാനറ്ററി ഗിയർ സെറ്റൊക്കെ കഴിയുന്ന രീതിയിൽ പഠിച്ചിട്ട് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന പോർഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ തൽക്കാലം എല്ലാവർക്കും ഗുഡ് ബൈ.